നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ സജീവ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം സംഘടിപ്പിച്ചു. പവർ കട്ട് ഏർപ്പെടുത്തി കേരളത്തെ ഇരുട്ടിലാക്കുന്ന UDF സർക്കാർ നടപടിക്കെതിരെ DYFI പ്രതിഷേധം. മെഴുകുതിരിയും തീപ്പെട്ടിയും വിതരണം ചെയ്തായിരുന്നു പ്രതിഷേധം. ബംഗളൂരുവിൽ നടന്ന മസിൽ മാനിയ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ ഇന്ത്യയായ PR മഹേന്ദ്രന് ആദരം. CPIM പാലിശ്ശേരി ലോക്കൽ കമ്മിറ്റിയാണ് ആദരം ഒരുക്കിയത്. വാർത്തകൾ വിശദമായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം സംഘടിപ്പിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയവരും 100% വിജയം നേടിയ സെന്റ് ജോസഫ് സ്കൂളിനുമായിരുന്നു അവാർഡ്. പഞ്ചായത്ത് മിനി കമ്മ്യൂണിറ്റി ഹാളിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണം. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ജോയ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ അധ്യയന വർഷം SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയവരും 100% വിജയം നേടിയ സെന്റ് ജോസഫ് സ്കൂളും അനുമോദനം ഏറ്റുവാങ്ങി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിത്യ ജയരാജൻ അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനയ സച്ചിൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ഭരതൻ, മെമ്പർമാരായ ജീസൺ ട്രപ്പായി, ജോയി പയ്യപ്പിള്ളി, റൂബി ജോൺസൺ, രശ്മി ബൈജു, സുകന്യ ജിനീഷ്, N പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. പവർ കട്ട് ഏർപ്പെടുത്തി കേരളത്തെ ഇരുട്ടിലാക്കുന്ന UDF സർക്കാർ നടപടിക്കെതിരെ DYFI പ്രതിഷേധം. മെഴുകുതിരിയും തീപ്പെട്ടിയും വിതരണം ചെയ്തായിരുന്നു പ്രതിഷേധം. DYFI പാലിശ്ശേരി മേഖലാ കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. CPM പാലിശ്ശേരി ലോക്കൽ സെക്രട്ടറി KN രാജൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന പല കുട്ടികൾക്കും എന്താണ് പവർ കട്ട്, കറണ്ട് കട്ട് എന്നുള്ള അറിയാത്ത ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മുടെ നാട് ഇപ്പോൾ ഈ ഏത് നിമിഷവും ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ കറണ്ട് പോവാന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. DYFIയുടെ നേതൃത്വത്തിൽ ഇത്രയും നല്ലൊരു സമരം ഇപ്പോ പൂകിയ എന്ന് അറിയപ്പെടുന്ന നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ പല നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വൈദ്യുതി വകുപ്പ് 10 കൊല്ലം കൈകാര്യം ചെയ്ത ഇടതുപക്ഷ സർക്കാർ ഒരു നിമിഷം പോലും കറണ്ട് കട്ടില്ലാണ്ട് നമ്മുടെ കേരളത്തെ സമ്പൽ സമൃദ്ധമായ കേരളത്തെ സൃഷ്ടിച്ചതിന് ശേഷം വളരെയധികം പ്രതിസന്ധിയിലായിരിക്കുകയാണ് നമ്മുടെ സാധാരണ ജനങ്ങൾ. ഇപ്പോൾ ഈ കറണ്ട് കട്ടിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഈ 4 കൊല്ലകാലമായിട്ട് നമ്മുടെ നാട്ടിലെ യുവജനങ്ങളും അത്രയധികം മനുഷ്യരും കാണാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ലോകകപ്പ്, ഈ ലോകകപ്പ് ഫുട്ബോൾ ഏത് നിമിഷവും നമുക്ക് കാണാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും കറണ്ട് പോകുന്ന, അരമണിക്കൂർ കറണ്ട് പോകുന്നത് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ നമ്മൾ ഇത്ര മണി തൊട്ട് രാത്രി 7 മണി മുതൽ 10 മണി വരെ കറണ്ട് പോകുന്നുള്ള ഒരു വാഗ്ദാനം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ട് കറണ്ട് കട്ട് നടത്താന്നുള്ള ഒരു ആർജവമുള്ള സർക്കാർ ചെയ്യേണ്ടതാണ്. മേഖലാ സെക്രട്ടറി MR അരുൺ, ട്രഷറർ അരവിന്ദ്, ബ്ലോക്ക് കമ്മിറ്റി മെമ്പർ നിഖിൽ, ഗോപിക, CPM ലോക്കൽ കമ്മിറ്റി അംഗം CA രാജൻ, PV പവിത്രൻ, ബ്രാഞ്ച് സെക്രട്ടറി സുധീഷ്, രഗിൻ എന്നിവർ നേതൃത്വം നൽകി. ബംഗളൂരുവിൽ നടന്ന മസിൽ മാനിയ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ ഇന്ത്യയായ PR മഹേന്ദ്രന് ആദരം. CPIM പാലിശ്ശേരി ലോക്കൽ കമ്മിറ്റിയാണ് ആദരം ഒരുക്കിയത്. CPM ചെയർപ് ഏരിയ കമ്മിറ്റി അംഗം BG വനജകുമാരി PR മഹേന്ദ്രനെ പൊന്നാടി അണിയിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം KK മോഹനൻ ഉപഹാരം സമ്മാനിച്ചു. പാലിശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജൻ കോപ്പള്ളി, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ബേബികുമാർ, CA രാജൻ, MR അരുൺ, രാജമോഹനൻ, ബ്രാഞ്ച് സെക്രട്ടറിമാരായ രഞ്ജിത്ത്, സുധീഷ്, നാരായണൻ, വേണുഗോപാലൻ, സുനിൽ മൂപ്പിശ്ശേരി എന്നിവർ സംസാരിച്ചു. നേരത്തെ മിസ്റ്റർ കേരള, മിസ്റ്റർ തൃശൂർ, മിസ്റ്റർ മലബാർ ടൈറ്റിൽ ചാമ്പ്യൻ എന്നിവ സ്വന്തമാക്കിയിരുന്നു PR മഹേന്ദ്രൻ. ഇതിനു പിന്നാലെയാണ് ബംഗളൂരുവിൽ നടന്ന മസിൽ മാനിയ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മഹേന്ദ്രൻ മിസ്റ്റർ ഇന്ത്യയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. നമ്മുടെ ഒരു നാടിന് ഒരു അഹങ്കാരവും അതുപോലെ തന്നെ ഒരു ആവേശവുമായിട്ട്, ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഒരു ആവേശവുമായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും സ്നേഹാദരപൂർവ്വം അറിയിക്കുന്നു. മുന്നോട്ടങ്ങ് പ്രയത്നിക്കണം. അതായത് മെഡിസിനോ കാര്യങ്ങളോ ഉപയോഗിക്കണം. നാച്ചുറലായിട്ട് എങ്ങനെ ശരീരം ഉണ്ടാക്കുക എന്നുള്ളൊരു ഉദാഹരണം ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത് നിങ്ങൾക്ക് എല്ലാവരും. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ശരീരം നന്നാക്കുക, മനസ്സ് നന്നാക്കുക. ഇപ്പോഴത്തെ കാലത്ത് മയക്കുമരുന്ന്, കഞ്ചാവ് എല്ലാത്തിനും രണ്ടപ്പെട്ട ഒരു കാലമാണ് ഇപ്പോൾ. അപ്പോൾ അതിൽ തന്നെ ഒരു മോചനം നമുക്ക് നേടണം. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഒത്തുചേർന്ന് അതിനുവേണ്ടിയുള്ള എല്ലാ
സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ, അതായത് മയക്കുമരുന്ന് കഞ്ചാവുള്ളത് സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടണം. അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങ് ബഹിഷ്കരിച്ച് BJP മെമ്പർമാരുടെ പ്രതിഷേധം. അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ BJPയുടെ PN സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള മെമ്പർമാരാണ് ചടങ്ങ് ബഹിഷ്കരിച്ചത്. പ്രോട്ടോകോൾ പ്രകാരം വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങിൽ അധ്യക്ഷരാകേണ്ട വൈസ് പ്രസിഡന്റ് PN സുനിൽകുമാറിനെ ഒഴിവാക്കിയതാണ് BJPയുടെ പ്രതിഷേധത്തിന് കാരണമായത്. മെമ്പർമാരായ സൂര്യ ശോഭി, പ്രേമൻ കാരയിൽ, ശ്രീദേവി സന്തോഷ്, സിമി പ്രദീപ്, നന്ദകിഷോർ, സനൂപ് കറുകയിൽ എന്നിവരും ചടങ്ങ് ബഹിഷ്കരിക്കുകയായിരുന്നു. കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങായതിനാലാണ് പ്രതിഷേധം ബഹിഷ്കരണത്തിൽ ഒതുക്കിയതെന്നാണ് BJP മെമ്പർമാർ പറയുന്നത്. അതേസമയം വൈസ് പ്രസിഡന്റിനോടുള്ള അവഗണന തുടർന്നാൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PN സുനിൽകുമാർ, സൂര്യ ശോഭി എന്നിവർ പറഞ്ഞു. രണ്ടു കൂട്ടർക്കും ഇവിടെ ഭൂരിപക്ഷമില്ലാത്തൊരു പഞ്ചായത്താണ് ഇവിടെ നിലനിൽക്കുന്നത്. നമുക്ക് 7 മെമ്പർമാരുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന അവർക്കും 7 മെമ്പർമാരാണ്. അപ്പോൾ നമുക്ക് നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പരിപാടികളിലും ഇതുപോലെ നമ്മളെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എന്നെ ഒഴിവാക്കിക്കൊണ്ടാണ് പരിപാടികൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇന്ന് നടന്ന പരിപാടി തന്നെ ഞങ്ങൾ ബഹിഷ്കരിച്ച് കൊച്ചുമക്കളുടെ പരിപാടി ആയതുകൊണ്ടാണ് ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് ഞങ്ങൾ കടന്നത്. ഇനി ഇതുപോലെ ആവില്ല, ശക്തമായ പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. എല്ലാ തരത്തിലും ഈ പ്രതിഷേധത്തിൻ്റെ അത്രയും പ്രതിഷേധം ഇനി മുന്നോട്ടുണ്ടാകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ അവിണിശ്ശേരി പഞ്ചായത്തിലെ ഇപ്പോൾ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. 25-26 വർഷത്തിലെ മികച്ച വിജയം കൈവരിച്ച SSLC +2 കുട്ടികളെ, ഫുൾ A+ കിട്ടിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ്. ആ ചടങ്ങിൽ തികച്ചും പ്രോട്ടോകോൾ ലംഘനമാണ് നടന്നിരിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ PN സുനിൽകുമാറിന് ആ പരിപാടിയിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോട്ടോകോളിൻ്റെ ഭാഗമായിട്ട് ഒരു സ്വാഗതം എന്നുള്ളൊരു ചുമതല മാത്രം നൽകി ചുരുക്കിയ ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ വേദി ബഹിഷ്കരിക്കേണ്ടതായിട്ട് വന്നത്. നമ്മൾ ആ കുട്ടികളുടെ ചടങ്ങിൽ ഒരു തടസ്സം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കുഞ്ഞുമക്കളാണ്, അവരെല്ലാവരും അവരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ലഭിച്ചിട്ടുള്ള ആ അംഗീകാരം അവർക്ക് ലഭ്യമാകണം. അതുകൊണ്ട് പരിപാടിക്ക് തടസ്സം വരാത്ത രീതിയിൽ വേദി മാത്രം ഞങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങളവിടെ അറിയിക്കുകയാണ് ചെയ്തത്. കേരളത്തിൽ പതിവായി നടക്കുന്ന ഇന്ദിരാകട്ടിനെതിരെ ചൊവ്വൂരിൽ വേറിട്ട പ്രതിഷേധവുമായി DYFI പ്രവർത്തകർ. DYFI ചേർപ്പ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരിയും തീപ്പെട്ടിയും വിതരണം ചെയ്തായിരുന്നു പ്രതിഷേധം. ചൊവ്വൂർ സെന്ററിൽ നടന്ന പ്രതിഷേധ സമരം CPM ചേർപ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AB സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. അജിൽ CD അധ്യക്ഷനായി. DYFI ചേർപ്പ് മേഖലാ പ്രസിഡന്റ് PD ജിതിൻ, സെക്രട്ടറി രാഹുൽ ജയപ്രകാശ്, ട്രഷറർ AM അഭിഷേക്, കമ്മിറ്റി അംഗങ്ങളായ അനുരാഗ്, അഭിനവ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ ആനയൂട്ടും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭക്തി നിർഭരം. കാനാടിക്കാവ് ഗജവീരരത്ന പട്ടത്തിന്റെ പെരുമയിൽ ഗജരാജൻ മധുരപ്പുറം കണ്ണൻ. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ ആനയൂട്ട് കാണാൻ ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ആനയൂട്ടിന് മുന്നോടിയായി കൊമ്പൻ മധുരപ്പുറം കണ്ണനെ ആഘോഷമായാണ് ക്ഷേത്ര നടപ്പുരയിലേക്ക് ആനയിച്ചത്. ഈ സമയം നാദസ്വരമേളവും താലപ്പൊലിയും അകമ്പടിയേകി. തുടർന്ന് മധുരപ്പുറം കണ്ണന് ഗജപൂജ നൽകി. സൂര്യകാലടിമന പരമേശ്വരൻ ഭട്ടതിരിപ്പാട് ഗണപതി ഹോമത്തിനും ഗജപൂജയ്ക്കും മുഖ്യ കാർമ്മികനായി. ഗജപൂജയ്ക്ക് ശേഷം ഗജവീരരത്ന പട്ടം സ്വീകരിക്കാൻ ഗോപുരവാതിൽ കടന്നെത്തിയ ഗജരാജൻ തുമ്പിക്കൈ ഉയർത്തി നിന്നത് ആനപ്രേമികൾക്കും ഭക്തർക്കും മനം നിറയ്ക്കുന്ന കാഴ്ചയായി. തുടർന്ന് നടന്ന ചടങ്ങിൽ കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി മധുരപ്പുറം കണ്ണന് കാനാടിക്കാവിന്റെ ഗജവീരരത്ന പട്ടം നൽകി ആദരിച്ചു. കേരളത്തിൽ തിടമ്പേറ്റി എഴുന്നള്ളിക്കാവുന്ന എണ്ണം പറഞ്ഞ നാട്ടാനകളിൽ ഏറ്റവും അഴകളവൊത്ത കരിവീരനും ശാന്തപ്രകൃതനുമാണ് മധുരപ്പുറം കണ്ണൻ. ആദരച്ചടങ്ങിനു ശേഷം ഔഷധക്കൂട്ടുകളടങ്ങിയ ചോറുരുള നൽകിയതോടെ ആനയൂട്ടിന് തുടക്കമായി. കുളിച്ച് കുറിതൊട്ട കരിവീരന്മാർ വിഷ്ണുമായ സന്നിധിയിൽ നിന്നുള്ള ബന്ദിപ്പൂമാല മാത്രമണിഞ്ഞ് ആനയൂട്ടിനായി അണിനിരന്നത് കർക്കിടക പുലരിയെ വിസ്മയിപ്പിക്കുന്നതായി. ആനയൂട്ട് നൽകാൻ ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. അഷ്ടചൂർണ ഔഷധക്കൂട്ടടങ്ങിയ ചോറും ദ്രവ്യങ്ങളും കരിമ്പ്, പൈനാപ്പിൾ, തണ്ണിമത്തൻ തുടങ്ങിയ പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു ആനയൂട്ട്. കലാസാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവരടക്കം ആയിരങ്ങളാണ് ആനയൂട്ട് കാണാനെത്തിയത്. തിരുവാണിക്കാവ് രാജഗോപാലൻ, മധുരപ്പുറം കണ്ണൻ, പൂതൃക്കോവിൽ പാർത്ഥസാരഥി, ശ്രീലക്ഷ്മി സാവിത്രി, പെരുന്ന ശ്രീവള്ളി തുടങ്ങി 20ഓളം ആനകൾ ആനയൂട്ടിൽ പങ്കെടുത്തു.
കാനാടിക്കാവ് ട്രസ്റ്റ് മെമ്പർമാരായ സൈലേഷ് കാനാടി, സൈജു കാനാടി, കൃഷ്ണരാജ് കാനാടി, ശ്രീകൃഷ്ണൻ കാനാടി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ജനകീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ തെരുവിൽ കഴിയുന്നവർക്കായി ഭക്ഷണം വിതരണം ചെയ്ത് പൊതുപ്രവർത്തകൻ. പ്രദീപ് വലിയങ്ങോട്ടാണ് തെരുവിൽ അലഞ്ഞ നിരാലംബർക്ക് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ ആശ്വാസമായത്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ ഒരു നേരത്തെ അന്നം പ്രദീപ് വലിയങ്ങോട്ട് തെരുവോരങ്ങളിൽ കഴിയുന്നവർക്ക് എത്തിച്ചു നൽകുകയായിരുന്നു. തെരുവിൽ കഴിഞ്ഞവരുടെ വിശപ്പടക്കാനുള്ള പൊതുപ്രവർത്തകന്റെ മാതൃകാ പ്രവർത്തനം പൊതുജന ശ്രദ്ധ നേടുന്നതായി. ഇന്ത്യ കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് ബഹുമാനായ ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തിൻ്റെ 3ാം ചരമവാർഷികമാണ് നമ്മൾ ഇന്നലെ എല്ലാവരും ആചരിച്ചത്. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് എന്നും ഒരു കൈത്താങ്ങായിരുന്നു ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും സംഭാവനകളും എന്നും നമ്മൾ സ്മരിക്കപ്പെടുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി വഴിയോരങ്ങളിൽ വിശന്ന് അലഞ്ഞു തിരിയുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനായി ഇന്നെനിക്ക് സാധിച്ചു. അതിലേറെ സന്തോഷവാനാണ് ഞാൻ. പുല്ലുകളാൽ നിറഞ്ഞ ഏങ്ങണ്ടിയൂരിലെ വിവിധ റോഡുകൾ ശുചീകരിച്ച് BLS പ്രവർത്തകരുടെ ശ്രമദാനം. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിൽ അപകടങ്ങൾ പതിവായ വിവിധ റോഡുകളിലായിരുന്നു ശുചീകരണം നടന്നത്. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ BLS റോഡ്, ശ്രീനാരായണ സ്കൂൾ റോഡ് എന്നിവയാണ് BLS പ്രവർത്തകർ ചേർന്ന് ശുചീകരിച്ചത്. റോഡുകളിലെ വളവുകളിൽ പുല്ലുകൾ നിറഞ്ഞതോടെ വാഹനങ്ങൾ പരസ്പരം കാണാതെ അപകടങ്ങൾ പതിവായിരുന്നു ഈ പ്രദേശം. ഇതോടൊപ്പം പ്രദേശത്ത് രാത്രികാലങ്ങളിൽ ക്ഷുദ്രജീവികളുടെ ശല്യവും ഉണ്ടായിരുന്നു. BLS പ്രസിഡന്റ് OK പ്രൈസൺ, മുഖ്യരക്ഷാധികാരി മനോജ് തച്ചപ്പുള്ളി, സെക്രട്ടറി അനിൽകുമാർ പണിക്കശ്ശേരി, സുധിൻ തച്ചപ്പുള്ളി, സത്യകാമൻ മാട്ടുമ്മൽ, മണികണ്ഠൻ പ്രാപ്പനാടൻ, ദിവാകരൻ വഴിനടക്കൽ, പ്രജിത്ത് കാണത്ത്, ശശി പണിക്കശ്ശേരി, സന്തോഷ് പണിക്കശ്ശേരി എന്നിവർ ശ്രമദാനത്തിന് നേതൃത്വം നൽകി. 2026 നാട്ടിക നിയോജക മണ്ഡലം MLA പ്രതിഭ പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയവർ, CBSE, ICSE പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും 90% മാർക്ക് നേടിയവർ, LSS, USS വിജയികൾ, വിവിധ ബിരുദാനന്തര കോഴ്സുകളിൽ റാങ്ക് നേടിയവർ, 2025-26 വർഷം ഡോക്ടറേറ്റ് ഉൾപ്പെടെ മറ്റു ബഹുമതികൾ നേടിയവർ എന്നിവർക്കാണ് നാട്ടിക നിയോജക മണ്ഡലം MLA പ്രതിഭാ പുരസ്കാരം സമ്മാനിക്കുക. ബന്ധപ്പെട്ട അപേക്ഷകൾ MLAയുടെ പെരിങ്ങോട്ടുകരയിലെ ഓഫീസിൽ നേരിട്ടോ വാർഡ് മെമ്പർ മുഖേനയോ ഈ മാസം 21 മുൻപ് സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9656724851 8113 091382 9846771799. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,135 രൂപ, പവന് 1,05,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം സംഘടിപ്പിച്ചു. പവർ കട്ട് ഏർപ്പെടുത്തി കേരളത്തെ ഇരുട്ടിലാക്കുന്ന UDF സർക്കാർ നടപടിക്കെതിരെ DYFI പ്രതിഷേധം. മെഴുകുതിരിയും തീപ്പെട്ടിയും വിതരണം ചെയ്തായിരുന്നു പ്രതിഷേധം. ബംഗളൂരുവിൽ നടന്ന മസിൽ മാനിയ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ ഇന്ത്യയായ PR മഹേന്ദ്രന് ആദരം. CPIM പാലിശ്ശേരി ലോക്കൽ കമ്മിറ്റിയാണ് ആദരം ഒരുക്കിയത്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.